കാത്തിരുന്നത് യാഥാർത്ഥ്യമാകുന്നു. ഒടുവിൽ എമ്പുരാൻ റിലീസ് തീയതി പ്രഖ്യാപിച്ച് ഓൾ ഇന്ത്യ ബുക്കിംഗും ആരംഭിച്ചിരിക്കുന്നു. സിനിമാ ആസ്വാദകരും മോഹൻലാൽ ഫാൻസും ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് എമ്പുരാന് വേണ്ടി. എന്നാൽ മലയാള സിനിമാ ഇൻഡസ്ട്രി തന്നെ എമ്പുരാന്റെ അവതാര പിറവിക്കായി കാത്തിരിക്കുകയാണ്. ചെകുത്താൻ രക്ഷകനാകുന്നതും കാത്ത്. അതിന്റെ കാരണം അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിട്ട മലയാള സിനിമയുടെ ഫെബ്രുവരി മാസത്തെ തിയേറ്റർ ഷെയറിന്റെ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ 17 സിനിമകളിൽ 11 സിനിമകളും നഷ്ടമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിൽ 17 സിനിമകൾക്കും കൂടി 75 കോടിയാണ് ആകെ മുടക്കുമുതൽ. തിയേറ്റർ ഷെയറായി കിട്ടിയതാകട്ടെ വെറും 23 കോടിയും. നഷ്ടം ഏതാണ്ട് 53 കോടി രൂപ. ഫെബ്രുവരി മാസം ആകെ മലയാള സിനിമയിൽ പരിക്കേൽക്കാതെ പോയത് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രം. ആകെ 13 കോടി മുടക്കിയ ആ സിനിമയ്ക്ക് തിയേറ്റർ ഷെയർ മാത്രം 11 കോടി ലഭിച്ചു. മറ്റു ചിത്രങ്ങളുടെ ബജറ്റും തിയേറ്റർ ഷെയറും ഇങ്ങനെയാണ്. ഇഴ ബജറ്റ് 63 ലക്ഷം, തിയേറ്റർ ഷെയർ 45,000 രൂപ. ലൗഡേൽ 1,60,86,700 രൂപ, തിയേറ്റർ ഷെയർ 10,000 രൂപ. നാരായണിന്റെ 3 ആൺമക്കൾ 5,48 ലക്ഷം രൂപ, തിയേറ്റർ ഷെയർ 33 ലക്ഷം. ബ്രോമാൻസ് 8 കോടി രൂപ, തിയേറ്റർ ഷെയർ 4 കോടി. ദാവീദ് 9 കോടി രൂപ ചെലവ്, തിയേറ്റർ ഷെയർ 3.5 കോടി. പൈങ്കിളി ചെലവ് 5 കോടി, തിയേറ്റർ ഷെയർ 2.5 കോടി. ചാട്ടുളി 3,40 ലക്ഷം രൂപ, തിയേറ്റർ ഷെയർ 32 ലക്ഷം രൂപ മാത്രം. ഗെറ്റ് സെറ്റ് ബേബി 9.9 കോടി രൂപ ചെലവ്, തിയേറ്റർ ഷെയർ 1.4 കോടി രൂപ. ഇരുൾ മുടക്ക് മുതൽ 25 ലക്ഷം, തിയേറ്റർ ഷെയർ 1 ലക്ഷം മാത്രം. മച്ചാന്റെ മാലാക 5.12 കോടി രൂപ ചെലവ്, തിയേറ്റർ ഷെയർ 40 ലക്ഷം രൂപ. ആത്മസഹോ 1.5 കോടി രൂപ മുതൽ മുടക്ക്, തിയേറ്റർ ഷെയർ 30,000 രൂപ മാത്രം. അരിക് മുതൽ മുടക്ക് 1.5 കോടി രൂപ, തിയേറ്റർ ഷെയർ 55,000 രൂപ. ഇടി മഴ കാറ്റ് മുതൽ മുടക്ക് 5.74 കോടി രൂപ, തിയേറ്റർ ഷെയർ 2.1 ലക്ഷം രൂപ. ആപ് കൈസേ ഹോ മുതൽ മുടക്ക് 2.5 കോടി രൂപ, തിയേറ്റർ ഷെയർ 5 ലക്ഷം രൂപ മാത്രം. രണ്ടാം യാമം 2.5 കോടി രൂപ മുതൽ മുടക്ക്, തിയേറ്റർ ഷെയർ 80,000 രൂപ മാത്രം. ജനുവരിയിലെ സ്ഥിതിയും ഒട്ടും മെച്ചമായിരുന്നില്ല. ജനുവരിയിലെ മലയാള സിനിമയുടെ നഷ്ടം കണക്കാക്കിയത് 110 കോടി രൂപയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തിയേറ്ററുകളിൽ ചെകുത്താൻ ആവേശം വിതറിയെങ്കിലെന്ന് മലയാള സിനിമാ വ്യവസായം ആഗ്രഹിക്കുന്നത്. എമ്പുരാൻ തിയേറ്ററുകളെ ഇളക്കിമറിച്ചാൽ മലയാള സിനിമയ്ക്ക് വീണ്ടും പ്രാണവായു ലഭിക്കും. ചെകുത്താനും പരാജയപ്പെട്ടാൽ കൂപ്പുകുത്തുന്നത് മലയാള സിനിമാ വ്യവസായമായിരിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ലൂസിഫറിന്റെ 2ാം ഭാഗത്തിനായി മലയാള സിനിമ തന്നെ കാത്തിരിക്കുന്നു.